ഈ ബി പി, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഒരു മെറ്റബോളിക് സിൻഡ്രോം, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഒന്നിച്ചായിട്ടായിരിക്കും വരുന്നത്. ചിലർക്ക് ആദ്യം ബി പി ആയിരിക്കും വരുന്നത്, ചിലർക്ക് ആദ്യം കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗർ ആയിരിക്കും വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഈവൻ ഷുഗറോ കഴിച്ചു കഴിയുമ്പം നമ്മളുടെ ഗ്ലൂക്കോസ് ഇൻസുലിൻ ലെവൽ കൂടും. ഗ്ലൂക്കോസ് കൂടും, ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻസുലിൻ വരും. ഈ ഇൻസുലിനാണ് നമ്മൾ ഈ കഴിച്ച ഗ്ലൂക്കോസിനെ ഉപയോഗത്തിൽ കൂടുതൽ ഉള്ളതിനെ കൊണ്ടുപോയി കൊഴുപ്പാക്കി മാറ്റി നമ്മുടെ ബോഡിയിൽ അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ കൊഴുപ്പ് കോശങ്ങളെ കൊണ്ട് സംഭരിക്കും. അത് അതിന് നമ്മളുടെ ഇൻസുലിന് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് കൂടി വന്ന് ഇൻസുലിൻ ആക്ട് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. ഈ ഇൻസുലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. നമ്മൾ ബി പി ഉള്ളവരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയുമല്ലോ. ഈ ഇൻസുലിൻ്റെ ഒരു നേച്ചറാണ് സോഡിയം നമ്മുടെ യൂറിനിൽ കൂടെ പോകാതെ അതിനെ മുഴുവൻ പിടിച്ചു വയ്ക്കും. അപ്പം നമ്മുടെ ബ്ലഡ് വോളിയം കൂടും. ബ്ലഡ് വോളിയം കൂടുമ്പോൾ പ്രഷർ കൂടും. നമ്മുടെ ബ്ലഡിൻ്റെ നമ്മൾ 90% ഓഫ് ദ ബ്ലഡ് നമ്മൾ രക്തക്കുഴലുകളില്ല, ഹാർട്ടിനകത്ത് അധികം സംഭരിച്ചു വെക്കുന്നില്ലല്ലോ, ഹാർട്ട് ചെറുതല്ലേ. അപ്പം നമ്മൾ 5 ലിറ്റർ ബ്ലഡ് ഉള്ളത് നമ്മൾ ഈ രക്തക്കുഴലുകളിൽ കൂടെ എപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് വേറെ ഒരിടത്ത് ഇരിക്കുകയല്ലേ തന്നെ. അപ്പം മൊത്തത്തിൽ ഈ സോഡിയത്തിൻ്റെ അളവ് കൂടുമ്പം മൊത്തത്തിൽ ബ്ലഡ് വോളിയം കൂടും, അപ്പോൾ പ്രഷർ കൂടും. അപ്പം അതുകൊണ്ടാണ് ഈ സോഡിയം കുറയ്ക്കണം എന്നുള്ളത് പറയുന്നത്. പക്ഷെ ആ സെയിം സോഡിയം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ്റെ അളവ് ബോഡിയിൽ കൂടുവാണെങ്കിൽ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു അല്ലെങ്കിൽ ഷുഗർ കഴിച്ച് ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ വീണ്ടും പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈവൻ മരുന്ന് കഴിക്കുമ്പോൾ, ഇപ്പം നമുക്ക് പലർക്കും ഡയബറ്റിക് പേഷ്യൻസിന് അറിയാം, അവർ ഡയബറ്റീസിന് മെഡിസിൻ എടുക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ തുടങ്ങുമ്പോഴേക്കും നേരത്തെ പ്രഷർ ഇല്ലാത്തവർക്കാണെങ്കിലും പ്രഷർ വരും. കാരണം നമ്മൾ കഴിക്കുന്ന ഷുഗറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മിക്കവാറും മരുന്നുകളെല്ലാം നമ്മുടെ ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനാണ്. അവിടെ നമ്മൾ നമ്പർ മാത്രമേ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുള്ളൂ. നമ്മുടെ പ്രോബ്ലം എന്താ ശരിക്കും? ടൈപ്പ് 2 ഡയബറ്റീസിലെ പ്രോബ്ലം ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാതെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റിയെടുക്കാൻ നോക്കാതെ നമ്മൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടി ഷുഗർ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നമ്മൾ തെറ്റായ രീതിയിലാണ് നമ്മൾ അതായത് ശരിക്കും ഒരു സയൻറ്റിഫിക് രീതിയിലല്ല നമ്മളത് ചെയ്യുന്നത്. ശരിക്കും സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാനാണ് നോക്കേണ്ടത്. മറ്റേ പ്രഷറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ പ്രഷർ കൂടും. അപ്പം ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനാണ് നോക്കേണ്ടത്. അപ്പം ആ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുമ്പോൾ നമ്മുടെ പ്രഷറിന് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് കൂടുന്നു, ഷുഗർ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.